പടക്കം പൊട്ടിയൊക്കെ കണ്ണിന് പരിക്കേൽക്കുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗുരുതരമായ ഒരു അവസ്ഥയാണിത്? എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? പടക്കം പൊട്ടിയിട്ട് കണ്ണിൽ ഇഞ്ചുറി എന്ന് പറയുന്നത് അത് എന്തായാലും കണ്ണിൽ വരുന്ന ഇഞ്ചുറിയുടെ ലിസ്റ്റ് എടുത്താൽ, ട്രോമ ലിസ്റ്റ് എടുത്താൽ ഏറ്റവും അധികം തന്നെ ഫസ്റ്റ് നിൽക്കുന്നതാണ് ഈ കെമിക്കൽ ഇഞ്ചുറി. കെമിക്കൽ ഇഞ്ചുറി എന്ന ഒരു എമർജൻസി കണ്ടീഷനാണ് കണ്ണിൽ വരുന്നത്. ബാക്കി കെമിക്കൽ ഇഞ്ചുറീസ് എന്ന് പറയുന്നത് എല്ലാ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. നമുക്ക് ബാത്റൂമിൽ ക്ലീൻ ചെയ്യുന്ന സൊല്യൂഷൻ പോലും കണ്ണിൽ വീണാൽ അതൊരു കെമിക്കൽ ഇഞ്ചുറി തന്നെയാണ്. അതേപോലെ ലാബിൽ വരുന്ന കെമിക്കൽസ് കണ്ണിൽ വീഴുന്നതും ആസിഡും ഇതൊക്കെ കെമിക്കൽ ഇഞ്ചുറി ലിസ്റ്റിൽ വരും. പക്ഷേ ഈ പടക്കം പൊട്ടിയിട്ട് വരുന്ന ഇഞ്ചുറിയിൽ വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൽ 3 ടൈപ്പ് ഉണ്ട്, 3 കോമ്പോണന്റ്. ആദ്യത്തെ കോമ്പോണന്റ് എന്ന് പറയുന്നത് പടക്കം തന്നെ, പടക്കത്തിൽ ഉപയോഗിക്കുന്ന കെമിക്കൽസ് കണ്ണിൽ വീഴുമ്പോൾ കെമിക്കൽ റിയാക്ഷൻ കൊണ്ടുവരുന്നു കണ്ണിലത്തെ ഓരോ ടിഷ്യൂ ലെയറിലെ ഇഞ്ചുറീസ് ആ കെമിക്കൽ മൂലം ഉണ്ടാവുന്നത്. രണ്ടാമത്തത് പടക്കം പൊട്ടുമ്പോൾ ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്യും, അതിൽ വരുന്ന ഒരു തേർമൽ ഇഞ്ചുറി. പടക്കത്തിൽ വരുന്ന ഈ ഹീറ്റ് കാരണം, ചൂട് കാരണം വരുന്ന തേർമൽ ഇഞ്ചുറി. അപ്പൊ അതും ഇതിലൊരു അഡീഷണൽ കോമ്പോണന്റ് ആണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫോഴ്സ് ഓഫ് ഇമ്പാക്ട് എന്ന് പറയും. പടക്കം പൊട്ടുമ്പോൾ ഒരു അറ്റ്മോസ്റ്റ് ഫോഴ്സിലാണ് അതൊരു ബ്ലാസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഒരു ബ്ലാസ്റ്റ് ഇഞ്ചുറി എഫക്ട് ഈ കെമിക്കൽ ഇഞ്ചുറിയിലുണ്ട്. അത് പൊട്ടിത്തെറിക്കുമ്പോൾ ആ പൊട്ടിത്തെറിക്കുന്ന സ്പീഡിൽ, ആ ഇമ്പാക്റ്റിൽ, പ്രഷർ മൂലം ഈ കെമിക്കൽ പാർട്ടിക്കിൾസ് കണ്ണിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്ന കണ്ണിന്റെ അകത്ത് ഡെപ്പോസിറ്റ് ആയിട്ടിരിക്കും. അപ്പൊ ഇതിൽ ഒരു കെമിക്കൽ കോമ്പോണന്റ് മാത്രമല്ല, കെമിക്കൽ ഇഞ്ചുറിയിൽ കെമിക്കൽ പ്ലസ് തേർമൽ ഇഞ്ചുറി, അതായത് ചൂട് കാരണം മൂലം കരിഞ്ഞു പോകുന്ന ഇഞ്ചുറീസും, അതേപോലെ ഫോഴ്സ് ഓഫ് ഇമ്പാക്ട്, ബ്ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ് കാരണം വരുന്ന ഇഞ്ചുറീസ്, ഈ 3 കാര്യങ്ങളും കെമിക്കൽ ഇഞ്ചുറിയിൽ ഉൾക്കൊണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ബാക്കിയുള്ള എല്ലാ കെമിക്കൽ ഇഞ്ചുറിനെയും കാട്ട് വ്യത്യസ്തമായതും അതിനൊരു ഡേഞ്ചർ ലെവലിലേക്ക് എത്തിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.